അദാനി ഗ്രൂപ്പിലെ 2 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് അദാനി പോർട്ട്. കഴിഞ്ഞ 2 ആഴ്ചയായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുന്ന സ്റ്റോക്കാണ് അദാനി പോർട്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1485-നടുത്ത് ക്ലോസിംഗ് നൽകി. 3.21 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 37.45, ഡിവിഡൻഡ് yield 0.40%, 52 വീക്ക് ഹൈ 1621, 52 വീക്കിലോ 714. ഇസ്രായേൽ, ശ്രീലങ്ക, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ശേഷം വിയറ്റ്നാമിലും അദാനി പോർട്ട് പുതിയ ഒരു ഇൻ്റർനാഷണൽ പോർട്ട് നിർമ്മിക്കുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ഇതുമായി ബന്ധപ്പെട്ട് വിയറ്റ്നാമീസ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും കമ്പനിക്ക് അപ്രൂവൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വിയറ്റ്നാമിലെ പോർട്ട് നിർമ്മാണം ഇപ്പോൾ ഒരു നേസൻ്റ് സ്റ്റേജിൽ മാത്രമാണ്. വരും സമയങ്ങളിൽ മൾട്ടിപർപ്പസ് ബെർത്ത് നിർമ്മിച്ച് ഡൈവേഴ്സ് കാർഗോ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള പർപ്പസോടു കൂടിയാണ് അദാനി ഗ്രൂപ്പ് വിയറ്റ്നാമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇതുവരെയും ഫൈനലൈസ് ആയിട്ടില്ല. ആൾറെഡി അദാനി പോർട്ട് പല ഇൻ്റർനാഷണൽ പോർട്ടുകളും ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇസ്രായേലിലെ ഹൈഫ പോർട്ട്, ശ്രീലങ്കയിലെ കൊളംബോ പോർട്ട്, ടാൻസാനിയയിലെ ദാർ ഇസ് സലാം എന്ന പോർട്ട്. ഇതിന് ശേഷമാണ് വിയറ്റ്നാമിലേക്കും കമ്പനി അവരുടെ ഇൻ്റർനാഷണൽ പോർട്ട് ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നത്. ആൾറെഡി അദാനി ഗ്രൂപ്പ് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം പോർട്ടിലും വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. ഇൻ്റർനാഷണൽ മാരിടൈം ട്രേഡിലേക്ക് ഇന്ത്യയെ ഉയർത്തുന്നതിന് വേണ്ടി വിഴിഞ്ഞം പോർട്ടിൽ വരും സമയങ്ങളിൽ അദാനി ഗ്രൂപ്പ് ഒരു ട്രാൻസ്ഷിപ്പ് ബേസ്മെൻറ്റ് നിർമ്മിക്കും എന്ന രീതിയിലുള്ള അപ്ഡേറ്റും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. $2.4 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റാണ് വരും സമയങ്ങളിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്പ് ഷിപ്മെൻറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി അദാനി ഗ്രൂപ്പ് നടത്താൻ ലക്ഷ്യമിടുന്നത്. ഇതുവഴി അദാനി പോർട്ടിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 3 മില്യൺ 20th ഇക്വലൻ്റ് യൂണിറ്റിൽ നിന്നും 5 മില്യൺ 20th ഇക്വലൻ്റ് യൂണിറ്റായി ഉയർത്തുക, അല്ലെങ്കിൽ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉയർത്തുക എന്നുള്ള ടാർഗറ്റാണ് ഗ്രൂപ്പിന് മുന്നിലുള്ളത്. 2028 മുതൽ 2045 വരെയുള്ള ടൈം ലൈനാണ് ഇതിനുവേണ്ടി ഗ്രൂപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെ ഇൻ്റർനാഷണൽ സീ റൂട്ടിന് അടുത്ത് ട്രേഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സീ റൂട്ടിന് അടുത്ത് സ്ഥിതി ചെയ്യുന്നതും അതുപോലെ തന്നെ ലോകത്തെ തന്നെ ആഴമേറിയ ഷിപ്പിംഗ് ചാനലുമായതുകൊണ്ട് വരും സമയങ്ങളിൽ വിഴിഞ്ഞം പോർട്ട് ഇൻ്റർനാഷണൽ മാരിടൈമിൽ നിർണായക റോള് വഹിച്ചേക്കും എന്നും കമ്പനി പറയുന്നു. $1.2 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ട്രാൻസ്ഷിപ്പ് കണ്ടെയ്നർ പോർട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രം അദാനി ഗ്രൂപ്പ് മാറ്റിവെക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവഴി ലോകത്തെ തന്നെ ബിഗ്ഗസ്റ്റ് കണ്ടെയ്നർ ലൈനുകളായ MSC, മാർസെക് പോലുള്ള ബിഗ്ഗസ്റ്റ് കണ്ടെയ്നർ ലൈനുകളെ വിഴിഞ്ഞം പോർട്ടിലേക്ക് ആകർഷിക്കാനും സാധിക്കും. ട്രാൻസ്ഷിപ്പ് ബേസ്മെൻറ്റ് നിർമ്മിക്കുന്നത് വഴി വലിയ കമ്പനികൾക്ക് അല്ലെങ്കിൽ വലിയ മദർഷിപ്പുകൾക്ക് അവരുടെ കാർഗോ ട്രാൻസ്ഷിപ്പ് ബേസ്മെൻറ്റിൽ കൊണ്ടുവരാനും അതിനുശേഷം ഇന്ത്യയിലെ മറ്റ് പോർട്ടുകളിലേക്ക് ഈ കാർഗോ ഓഫ്ലോഡ് ചെയ്യാനും സാധിക്കും. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ അദാനി പോർട്ട് എന്ന സ്റ്റോക്കിനെ വരും സമയങ്ങളിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കഴിഞ്ഞ 4 ആഴ്ചയായി സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നു. 1380-1400 സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് സോണും 1600 റെസിസ്റ്റൻസ് സോണുമാണ്. ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ 1600 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം പൊസിഷൻ എടുക്കുക. സപ്പോർട്ടിൽ വാങ്ങാനുള്ളവർക്ക് 1380-1400 തുടങ്ങിയ ലെവലുകളെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ പൊസിഷൻ എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് അദാനി എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1003 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.12 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 98.38. അദാനി എനർജി സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ AA+ സ്റ്റേബിൾ റേറ്റിംഗ് നൽകി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി കൂടാതെ ട്രാക്ക് റെക്കോർഡ് ഓഫ് ഓപ്പറേഷൻസ് അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിലെ സ്ട്രോങ് പ്രസൻസ് എന്നിവ പരിഗണിച്ചാണ് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ അദാനി എനർജി സൊല്യൂഷൻസിന് AA അല്ലെങ്കിൽ സ്റ്റേബിൾ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. AA+ അല്ലെങ്കിൽ സ്റ്റേബിൾ എന്ന റേറ്റിംഗ് ലഭിക്കുന്നത് വഴി കമ്പനിക്ക് ഫണ്ട് റേസിങ്ങിലും അതുപോലെ തന്നെ മറ്റുള്ള കോർപ്പറേറ്റ് ആക്ഷനുകളിലും വളരെയധികം അഡ്വാൻറ്റേജ് ലഭിക്കും. ഈ ന്യൂസ് അദാനി എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അദാനി പോർട്ട് പോലെ തന്നെ അദാനി എനർജി സൊല്യൂഷൻസും ദീർഘകാലമായി കൺസോളിഡേറ്റ് ചെയ്യുന്നു. 1250 റെസിസ്റ്റൻസും 850 സപ്പോർട്ടുമാണ്. സ്റ്റോക്ക് ഇപ്പോൾ 1000-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. റീസെൻ്റ്ലി സ്റ്റോക്ക് 850 എന്ന ലെവലിലെത്തിയപ്പോൾ മികച്ച ബൈയിങ് കാണാൻ സാധിച്ചു. 1000 സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ട് പ്രൈസ് കൂടിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.